ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ തൂക്കുപാലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ്. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തത്. അതും 1877. കല്ലടയാറിൻ്റെ കുറുകെയാണ് ഈ മനോഹരമായിട്ടുള്ള പാലം സ്ഥിതി ചെയ്യുന്നത്. പാലത്തിൻ്റെ ഉപരിതലം നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടൊന്നുമല്ല, കോൺക്രീറ്റുമല്ല, കമ്പകം എന്ന മരം ഉപയോഗിച്ചിട്ടാണ്. ദശകങ്ങളോളം കേടുകൂടാതെ നിൽക്കാൻ ഈ തടിക്ക് ശേഷിയുണ്ട്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, അന്നത്തെ കാലത്ത് കാട്ടുജീവികൾക്ക് ഈ പാലം മുറിച്ച് കടക്കാൻ പ്രയാസമുണ്ടാക്കാൻ വേണ്ടി പാലം കുലുങ്ങുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. എന്ന് കരുതി പാലം കുലുങ്ങുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട. വളരെയധികം ശക്തി ഈ പാലത്തിനുണ്ട്. ഇതിൻ്റെ ശക്തി എത്രയെന്നറിയണമെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിയാൽ മതി. സാധാരണ തൂക്കുപാലങ്ങളിൽ കാണുന്ന സ്റ്റീൽ വയറുകൾക്ക് പകരം വമ്പൻ ചങ്ങലകളിലാണ് ഈ പാലം താങ്ങി നിർത്തിയിരിക്കുന്നത്. അത് വലിയ കിണറുകൾക്കുള്ളിലെ ചങ്ങലകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ചെറിയ ഒരു പാർക്ക് പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ ഗാർഡനൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് കിളി പോയവർക്ക് ഇരിക്കാൻ പ്രത്യേകം കസേരയും അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ക്യാമറാമാൻ അനിലിനൊപ്പം അനിൽ തന്നെ, വേറെ ആരുമില്ല.